അസ്സലാമലൈക്കും. പിന്നെ ഇന്ന് ഞാനിപ്പം വന്നിരിക്കുന്നത് ഒരു മടക്കുമായിട്ടാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ട് പിന്നെ കമൻറ്റുകളൊക്കെ കണ്ട് എനിക്ക് വളരെ സന്തോഷമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും പിന്നെ ഇന്നിപ്പം മടക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇത് കാട്ടിത്തരാം. ഞാനിപ്പോൾ ഒരു 300 മൈദ എടുത്തിട്ടുണ്ട്. നല്ലോണം അരിച്ച് വൃത്തിയാക്കി നല്ല മൈദയാണ്. അതിലേക്ക് ഞാൻ ശകലം ഉപ്പാണ് ഇടുന്നത്, ശകലം കരിഞ്ചീരകം ഇടുന്നുണ്ട്, ശകലം മഞ്ഞൾപ്പൊടിയാണ്. നമുക്കിതൊന്ന് മിക്സായി കൊടുക്കും. ഞാൻ ഇതിൽ പച്ചവെള്ളം പറഞ്ഞാണ് കുഴക്കുന്നത് കേട്ടോ. താലോലം കുഞ്ഞിനി താലോലം. അപ്പോൾ പൊടി കുഴച്ച് റെഡി ആയിട്ടുണ്ടേ. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഒരു ഏകദേശം കളർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു കളർ ഉണ്ടാവും. പിന്നെ അപ്പോൾ ഞാൻ ഇത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പരത്തി പൊരിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പരത്തി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ശകലം ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 സ്പൂൺ ഓയിൽ മതി കേട്ടോ. പക്ഷെ പത്തിരിപ്പൊടിയാണേ. അപ്പോൾ ഒന്ന് കൈയോട് നമുക്കിങ്ങനെ ഒന്ന് പരത്തി റെഡിയാക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കാം കേട്ടോ. ഇങ്ങനെ മടക്കട്ടെ നമുക്ക്. ഞാൻ നമുക്ക് വീട്ടിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഇങ്ങനെ ഒരു കട്ടി മതി. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ പരത്തേണ്ട സാധനമാണ്. ഇങ്ങനെ കട്ടി മതി നമുക്ക്. പിന്നെ ഇത് മടക്ക് ഇങ്ങോട്ട് പിന്നെ ലെയറായിട്ട് വരണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ല ഞെരിച്ചിലുണ്ടാവും ഇത് ഇങ്ങനെ ഇട്ടാൽ. ഞെരിച്ചിലല്ലെങ്കിലും ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്ത് വെക്കുക കേട്ടോ. അപ്പം നമ്മളെന്താക്കുക ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടേ. അങ്ങനെ പരത്തി വെച്ചതാണ്. പിന്നെ കളറുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഒരു ശകലം കളറാണ് നല്ലത്. എന്നാലും ഒന്നൊരു കളർ കിട്ടും. പക്ഷേ നമുക്ക് ചായ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി തന്നെ മതി നമുക്ക്. പിന്നെ കളർ ഇടണമെന്നില്ല. പിന്നെ അപ്പക്കാരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, അപ്പക്കാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെന്താക്കാം, ഇത് പൊരിക്കുക. എങ്ങനെയാണ് മടക്കായി വരിക നമുക്ക് നോക്കാം കേട്ടോ.
കളർ വേണം. നമ്മൾ ചായ കൂട്ടാൻ നമുക്ക് കഴിക്കാൻ വേണ്ടി പൊരിക്കുന്നതല്ലേ. അപ്പോൾ വേറെ കളർ ഇട്ടില്ല, വേറെ മഞ്ഞപ്പൊടി മാത്രമാണ് ഇട്ടത്. അപ്പം നമ്മൾ മറക്ക് പാകമായി റെഡിയായി. പഞ്ചസാര ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും വെള്ളം അതെന്താ വെച്ചാൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ 250 പഞ്ചസാര ഞാൻ എടുത്ത് അതിൻ്റെ 1/4 ഗ്ലാസ് വെള്ളം എടുത്ത്. അപ്പോൾ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കായ പൊടി ഇവിടെ ഏലക്കായ ഇല്ല, ഇവിടെ ഏലക്കായ ജീരകം കൂടി പൊടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശകലം ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കായ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്താണെന്നോ ടേസ്റ്റ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കേ. നല്ലോണം പിന്നെ അതാ നല്ല ഞെരിച്ചിലുള്ള നല്ല മറക്കാണ് കേട്ടോ. ഇവിടെ നല്ല ഞെരിച്ചിലുള്ള നല്ല മറക്കാണ് കേട്ടോ. നല്ല പിന്നെ ഞെരിഞ്ഞ് നന്നായിട്ടുണ്ട്. സാധാ ഇതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ മധുരം ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ എന്താ ശകലേ ഇട്ടുള്ളൂ, ശകലം മധുരം ഇട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും.